മലപ്പുറം കോട്ടയ്ക്കലിൽ ഏറെ കോളിളക്കമുണ്ടാക്കിയ കേസാണ് ജുമാ മസ്ജിദിലുണ്ടായ ഇരട്ട കൊലപാതകം. 2008 ഓഗസ്റ്റിലാണ് ഇരു വിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിൽ സഹോദരങ്ങളായ അബ്ദു, അബൂബക്കർ എന്നിവരെ കൊലപ്പെടുത്തിയത്. കേസിൽ 9 പ്രതികൾക്ക് നേരത്തെ കോടതി ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരുന്നു. മഞ്ചേരി സെഷൻസ് കോടതിയുടെ വിധി ഹൈക്കോടതി ഇപ്പോൾ റദ്ദാക്കിയിരിക്കുകയാണ്. പ്രതികളായിരുന്ന 9 പേരെയും ഹൈക്കോടതി വെറുതെ വിട്ടിരിക്കുന്നു. കോട്ടയ്ക്കൽ ഇരട്ടക്കൊലപാതക കേസിൽ വിചാരണ കോടതി പ്രതികൾക്ക് വിധിച്ച ജീവപര്യന്തം തടവ് ശിക്ഷയാണ് ഹൈക്കോടതി റദ്ദാക്കിയത്. മുഴുവൻ പ്രതികളെയും കോടതി വെറുതെ വിട്ടു. കോട്ടയ്ക്കൽ കുറ്റിപ്പുറം ജുമാ മസ്ജിദിൽ നടന്ന ഇരട്ടക്കൊലപാതക കേസിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ്. സാക്ഷിമൊഴികൾ വിശ്വസനീയമല്ലെന്നും കുറ്റാരോപണങ്ങൾ സംശയാതീതമായി തെളിയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. 2008 ഓഗസ്റ്റ് 29-നായിരുന്നു കേസിന് ആസ്പദമായ സംഭവം. ജുമാ മസ്ജിദിലുണ്ടായ തർക്കത്തിനിടെ സഹോദരങ്ങളായ ആലിക്കൽ പുളിക്കൽ വീട്ടിൽ അബ്ദു, അബൂബക്കർ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പള്ളി കമ്മിറ്റി ഭാരവാഹിത്വവും ഇമാമിന്റെ സ്ഥാനം ഒഴിയലുമായി ബന്ധപ്പെട്ടാണ് സംഘർഷമുണ്ടായത്. സംഘർഷത്തിൽ 13 പേർക്ക് പരുക്കേൽക്കുകയുമുണ്ടായി. കേസിൽ ആദ്യം 11 പ്രതികളായിരുന്നു ഉണ്ടായിരുന്നത്. 7ാം പ്രതി അമരയിൽ മുഹമ്മദ് ഹാജി വിചാരണയ്ക്കിടെ മരിച്ചിരുന്നു. 8ാം പ്രതി അതിനുശേഷവും മരിച്ചു. മറ്റു പ്രതികൾക്ക് ജീവപര്യന്തം തടവും 50,000 രൂപ വീതം പിഴയുമാണ് മഞ്ചേരി സെഷൻസ് കോടതി വിധിച്ചത്. തുടർന്ന് പ്രതികൾ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു. പ്രതികൾക്ക് വേണ്ടി സീനിയർ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള, എസ് രാജീവ് എന്നിവരാണ് ഹൈക്കോടതിയിൽ ഹാജരായത്. ന്യൂസ് 18 കൊച്ചി.